ത്രിയേക ദൈവത്തിന് സ്തുതി. മീഖ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം. ആദ്യം 4-ാം അധ്യായത്തിന്റെ സംഗ്രഹം, സമ്മറി. അന്ത്യകാലത്ത് അഥവാ ഇനി വരാനിരിക്കുന്ന മെശിഹായുടെ ദിവസങ്ങളിലെ സംഭവങ്ങൾ മീഖ പറയുന്നതാണ് ഉള്ളടക്കം. യഹോവയുടെ ആലയം ഉള്ള പർവ്വതം, അതായത് സിയോൻ പർവ്വതം, മെശിഹായുടെ രാജ്യത്വത്തിന് ഒരുക്കപ്പെടുന്ന സിംഹാസനമാണ്. ജാതികൾ അവരുടെ യുദ്ധ സാമഗ്രികളെ കാർഷിക ഉപകരണങ്ങളാക്കി മാറ്റും. ഇനി യുദ്ധമില്ല, സമാധാനമുണ്ടാകും. നിലവിലെ കഷ്ടപ്പാടുകൾക്ക് ഒടുവിൽ മുടന്തരെയും ചെതറിപ്പോയവരെയും ഒരുമിച്ച് കൂട്ടുമെന്നും അവരെ ഒരു മഹാജാതിയാക്കി സിയോനിൽ മശിഹാ ഭരണവും വാഗ്ദാനം ചെയ്യുന്നു. ആത്യന്തികമായി സിയോൻ എഴുന്നേൽക്കുകയും ശത്രുക്കളെ മെതിക്കുകയും അവരുടെ നേട്ടങ്ങൾ കർത്താവിന് നിവേദിക്കുകയും ചെയ്യും. അതിനാൽ ഈ അധ്യായം ദൈവിക നീതിയെയും വിജയത്തെയും സൂചിപ്പിക്കുന്നു. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം: അന്ത്യകാലത്ത് പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കുന്നത് എന്ത്? ഉത്തരം: യഹോവയുടെ ആലയമുള്ള പർവ്വതം. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം സംബന്ധിച്ച് 3 പ്രത്യേകതകൾ ഏതെല്ലാം? ഓപ്ഷൻസ്: 1 പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതമായത്, 2 കുന്നുകൾക്ക് മീതെ ഉന്നതമായിരിക്കുന്നത്, 3 ജാതികൾ ഒഴുകിച്ചെല്ലുന്നത്, 4 ജാതികൾക്ക് സാക്ഷ്യമായിരിക്കുന്നത്. ഉത്തരം 1, 2, 3 ഓപ്ഷനുകൾ ശരിയാണ്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അന്ത്യകാലത്ത് ജാതികൾ ഒഴുകിച്ചെല്ലുന്നത് എവിടേക്ക്? ഉത്തരം: യഹോവയുടെ ആലയമുള്ള പർവ്വതത്തിലേക്ക്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അന്ത്യകാലത്ത് യഹോവയുടെ ഉപദേശം പുറപ്പെടുന്നത് എവിടെ നിന്നുമായിരിക്കും? ഉത്തരം: സിയോനിൽ നിന്നും. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അന്ത്യകാലത്ത് യഹോവയുടെ വചനം പുറപ്പെടുന്നത് എവിടെ നിന്നുമായിരിക്കും? ഉത്തരം: യെരുശലേമിൽ നിന്നും. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലാം എന്ന് പറയുന്നത് ആര്? ഉത്തരം: അനേക വംശങ്ങൾ. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: വരുവീൻ, നമുക്ക് യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം എന്ന് പറയുന്നത് ആര്? ഉത്തരം: അനേക വംശങ്ങൾ. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അനേക വംശങ്ങൾ യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം: യഹോവ തന്റെ വഴികളെ ഉപദേശിച്ച് തരുന്നതുകൊണ്ടും ആ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയുന്നതിനും വേണ്ടി. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അന്ത്യകാലത്ത് അനേക ജാതികളുടെ ഇടയിൽ യഹോവ ആരായിരിക്കും? ഉത്തരം: ന്യായം വിധിക്കുന്നവൻ. 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അന്ത്യകാലത്ത് ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം യഹോവ എന്ത് കൽപ്പിക്കുന്നവൻ ആയിരിക്കും? ഉത്തരം: വിധി കൽപ്പിക്കുന്നവൻ. 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യഹോവ ന്യായം വിധിക്കുന്ന നാളിൽ ജാതികളും വംശങ്ങളും എന്ത് അഭ്യസിക്കയില്ല? ഉത്തരം: യുദ്ധം അഭ്യസിക്കയില്ല. 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യഹോവ ന്യായം വിധിക്കുന്ന നാളിൽ ജാതികളും വംശങ്ങളും യുദ്ധ ഉപകരണങ്ങൾ എന്തു ചെയ്യും? ഉത്തരം: വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അന്ത്യകാലത്ത് ഓരോരുത്തരും നിർഭയമായി വസിക്കുന്നതിനെ സൂചിപ്പിക്കുവാൻ നൽകിയിരിക്കുന്ന പാർപ്പിടം എവിടെയായിരിക്കും? ഓപ്ഷൻസ്: 1 ബദാം വൃക്ഷത്തിന്റെ കീഴിൽ, 2 മുന്തിരിവള്ളിയുടെ കീഴിൽ, 3 അത്തി വൃക്ഷത്തിന്റെ കീഴിൽ, 4 ദേവദാരു വൃക്ഷത്തിന്റെ കീഴിൽ. ഉത്തരം: ഓപ്ഷൻസ് 2ഉം 3ഉം. മുന്തിരിവള്ളിയുടെ കീഴിൽ, അത്തി വൃക്ഷത്തിന്റെ കീഴിൽ. 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഈ വാക്യം സമാധാന കാലങ്ങളെ ഓർപ്പിക്കുന്നു.
അടുത്ത ചോദ്യം, ജാതികളും വംശങ്ങളും സമാധാനമായി പാർക്കുന്ന കാലം ഏതായിരിക്കും? ഉത്തരം, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം സ്ഥാപിതവും ഉന്നതവും ആയിരിക്കുമ്പോൾ. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അന്ത്യകാലത്ത് തന്റെ ജനത്തെക്കുറിച്ച് സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അരുളി ചെയ്തിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: 1, അവർ ജാതികൾക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. 2, അവർ മുന്തിരിവള്ളിയുടെ കീഴിൽ പാർക്കും. 3, അവർ അത്തിവൃക്ഷത്തിന്റെ കീഴിൽ പാർക്കും. 4, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. ശരി ഉത്തരം ഓപ്ഷൻസ് 2, 3, 4, 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സകല ജാതികളും താന്താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുമ്പോൾ ദൈവജനം ആരോടൊപ്പം നടക്കും എന്നാണ് മീഖ പറയുന്നത്? ഉത്തരം, ദൈവമായ യഹോവയുടെ നാമത്തിൽ. 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്നും എന്നേക്കും യഹോവയോട് കൂടെ നടക്കുന്നതിന് ആരെയൊക്കെ യഹോവ ചേർത്തുകൊള്ളുന്നത്? ആരെയൊക്കെ ചേർത്തുകൊള്ളും? ഉത്തരം, മുടന്തി നടക്കുന്നതിന്. 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്നും എന്നേക്കും യഹോവയോട് കൂടെ നടക്കുന്നതിന് ആരെയൊക്കെ യഹോവ ശേഖരിക്കുന്നത്? ഉത്തരം, ചിതറിപ്പോയതിനെയും ക്ലേശിപ്പിച്ചതിനെയും. 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്നും എന്നേക്കും യഹോവയോട് കൂടെ നടക്കുന്നതിന് ആരെയൊക്കെ യഹോവ ശേഷിപ്പിക്കുന്നത്? ഉത്തരം, മുടന്തി നടക്കുന്നതിന്. 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അകന്നു പോയതിന് യഹോവയുടെ വാഗ്ദാനം എന്താണ്? അകന്നു പോയതിന്. ഉത്തരം, മഹാജാതിയാക്കും. 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സിയോൻ പർവ്വതത്തിൽ യഹോവ ആരായിരിക്കും? ഓപ്ഷൻസ്: 1, രാജാവ്. 2, ന്യായം വിധിക്കുന്നവൻ. 3, വിധിക്കുന്നവൻ. 4, ശിക്ഷിക്കുന്നവൻ. ഉത്തരം 1, 2, 3 ഓപ്ഷനുകൾ ശരിയാണ്. 4-ാം അധ്യായം 3, 7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തിന് അഥവാ തന്റെ ജാതിക്ക്, മഹാജാതിക്ക് ആരായിരിക്കും? ഉത്തരം, രാജാവ് ആയിരിക്കും. 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സിയോൻ പുത്രിയുടെ ഗിരിയെ എന്ന് വിളിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം, ഏദർ ഗോപുരത്തെ. 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സിയോൻ പുത്രിയുടെ ഗിരിക്ക് യഹോവയുടെ വാഗ്ദാനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ്: 1, സർവാധിപത്യം. 2, പൂർവാധിപത്യം. 3, യെരൂശലേം പുത്രിയുടെ രാജത്വം. 4, യെരൂശലേം പുത്രിയുടെ മഹത്വം. ഉത്തരം 2, 3 ഓപ്ഷനുകൾ ശരിയാണ്. 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നീ ഇപ്പോൾ ഇത്ര ഉറക്കെ നിലവിളിക്കുന്നത്? മീഖ ഇത് ചോദിക്കുന്നത് എന്ത് കാരണത്താലാണ്? ഓപ്ഷൻസ്: 1, രാജാവില്ലയോ. 2, മന്ത്രി നശിച്ചുപോയോ. 3, രാജകുമാരന്മാരില്ലയോ. 4, സിയോൻ പുത്രിയില്ലയോ. ഉത്തരം 1, 2 ഓപ്ഷനുകൾ ശരിയാണ്. 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിലവിലെ കഷ്ടപ്പാടുകൾക്ക് ഒടുവിൽ ദൈവത്തിന്റെ ഭരണത്തിൻ കീഴിൽ പുതിയതും മെച്ചപ്പെട്ടതുമായ ഒരു ഭാവി ജനത്തിനുണ്ടാകുമെന്ന് മീഖ പറയുന്നു. നിരാശപ്പെടരുത് എന്ന ആശയവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അവരുടെ പാപം, അവരുടെ നേതാക്കളുടെ അപര്യാപ്തത എന്നിവ തിരിച്ചറിയാനും യഥാർത്ഥ വിടുതലിനായി ദൈവത്തിങ്കിലേക്ക് മടങ്ങാനും മീഖ ജനത്തെ ഓർപ്പിക്കുന്നു. അടുത്ത ചോദ്യം, നീ ഇപ്പോൾ ഇത്ര ഉറക്കെ നിലവിളിക്കുന്നത് എന്തിന്? അവരുടെ വേദനയെ ആരോടെ ഉപമിച്ചിരിക്കുന്നു? ഉത്തരം, ഈറ്റുനോവ് കിട്ടിയവളെ പോലെ. 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്ക എന്ന് കൽപ്പിക്കുന്നത് ആരോടാണ്? ഉത്തരം, സിയോൻ പുത്രിയോട്. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സിയോൻ പുത്രിയുടെ അവസ്ഥകൾ എന്തെല്ലാം? ഓപ്ഷൻസ്: 1, നഗരം വിട്ടുപോകൽ. 2, വയലിൽ പാർക്കൽ. 3, ബാബേലിലേക്ക് പോകൽ. 4, ബാബേലിൽ നിന്ന് വിടുതൽ.
ഉത്തരം 4 ഓപ്ഷനുകളും ശരിയാണ്. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അനേക ജാതികൾക്ക് അവരുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് എന്ത് വിരോധമായി ചിന്തിക്കുന്നു? ഉത്തരം സിയോൻ മലിനമായി തീരണം എന്ന്. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല, അവന്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല. ഇവിടെ മീഖ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം അനേക ജാതികളെ കുറിച്ച്. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനയായി തീരട്ടെ എന്നു പറയുന്ന അനേക ജാതികളുടെ ന്യായവിധി എന്തായിരിക്കും? ഉത്തരം അവരെ കറ്റകളെ പോലെ കളത്തിൽ കൂട്ടും. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അനേക ജാതികളെ തകർത്തു കളയുവാൻ ആഹ്വാനം ലഭിച്ചതാർക്ക്? ഉത്തരം സിയോൻ പുത്രിക്ക്. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അനേക ജാതികളെ മെതിച്ചു കളവാൻ വേണ്ടി സിയോൻ പുത്രിക്ക് ലഭിക്കുന്ന ശക്തി ഏതെല്ലാം? ഓപ്ഷൻസ്: 1 കൊമ്പ് താമ്രം കൊണ്ടും, 2 കുളമ്പ് ഇരുമ്പ് കൊണ്ടും, 3 കൊമ്പ് ഇരുമ്പ് കൊണ്ടും, 4 കുളമ്പ് താമ്രം കൊണ്ടും. ഉത്തരം 3, 4 ഓപ്ഷനുകൾ ശരിയാണ്. കൊമ്പ് ഇരുമ്പ് കൊണ്ടും, കുളമ്പ് താമ്രം കൊണ്ടും. 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സിയോൻ പുത്രി തകർത്തു കളയുന്ന അനേക ജാതികളുടെ ലാഭം, സമ്പത്ത് എന്നിവ ആർക്കായിരിക്കും നിവേദിക്കപ്പെടുക? ഉത്തരം ലാഭം യഹോവയ്ക്കും, സമ്പത്ത് സർവഭൂമിയുടെയും കർത്താവിനും. 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ലാഭവും സമ്പത്തും യഹോവയ്ക്ക് എന്ന് അർത്ഥം. ജാതികളുടെ ലാഭവും സമ്പത്തും മുഴുവനും യഹോവയിൽ ചെന്ന് ചേരും എന്ന് ഈ വാക്യത്തിലൂടെ മീഖ പ്രവചിക്കുന്നു. ഇനി റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അതിനായി 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നൽകുന്നു. അവയിൽ എത്ര ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം കിട്ടിയെന്ന് കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. റിവിഷൻ ക്വസ്റ്റ്യൻ 1. അന്ത്യകാലത്ത് സിയോനിലെ യഹോവയുടെ ആലയമുള്ള പർവ്വതത്തിന് എന്തു സംഭവിക്കും? ഓപ്ഷൻസ്: 1 ആലയം കുന്നുകൾക്ക് തൊട്ടു താഴെ ഉന്നതമായിരിക്കും. 2 യഹോവയുടെ ആലയമുള്ള പർവ്വതം ഉന്നതമായിരിക്കും. 3 ജാതികൾ യുദ്ധത്തിന് ആലയത്തിൽ ഒഴുകിച്ചെല്ലും. 4 വംശങ്ങൾ ആലയത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. ശരി ഉത്തരം ഓപ്ഷൻ 2 യഹോവയുടെ ആലയമുള്ള പർവ്വതം ഉന്നതമായിരിക്കും. വാക്യം: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. റിവിഷൻ ക്വസ്റ്റ്യൻ 2. അന്ത്യകാലത്ത് എവിടേക്ക് കയറിച്ചെല്ലാമെന്നാണ് വംശങ്ങൾ പറയുന്നത്? ഓപ്ഷൻസ്: 1 യാക്കോബിന്റെ നഗരത്തിലേക്ക്. 2 ദാവീദിൻ ദൈവത്തിന്റെ പട്ടണത്തിലേക്ക്. 3 യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക്. 4 ദാവീദിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക്. ശരി ഉത്തരം ഓപ്ഷൻ 3 യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക്. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. അനേക വംശങ്ങളും ചെന്ന്, വരുവീൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം. റിവിഷൻ ക്വസ്റ്റ്യൻ 3. യഹോവ അന്ത്യകാലത്ത് അനേക ജാതികളുടെ ഇടയിലും വംശങ്ങൾക്ക് ദൂരത്തോളവും എന്തു ചെയ്യും? ഓപ്ഷൻസ്: 1 വാൾ ഓങ്ങും. 2 യുദ്ധം ചെയ്യും. 3 ന്യായം വിധിക്കും. 4 വിധി കൽപ്പിക്കും. ശരി ഉത്തരം ഓപ്ഷൻസ് 3, 4. 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. റിവിഷൻ ക്വസ്റ്റ്യൻ 4. യഹോവ അന്ത്യകാലത്ത് ന്യായം വിധിക്കുമ്പോൾ അനേക ജാതികളും ബഹുവംശങ്ങളും ഇനി എന്ത് ചെയ്യുകയില്ല? ഓപ്ഷൻസ്: 1 വാൾ ഓങ്ങുകയില്ല. 2 യുദ്ധം അഭ്യസിക്കയില്ല. 3 മത്സരിക്കയില്ല. 4 വിധിക്കയില്ല. ശരി ഉത്തരം ഓപ്ഷൻസ് 1, 2. 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ജാതി ജാതിക്കു നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. 4-ാം അധ്യായം 4-ാമത്തെ വാക്യം.
റിവിഷൻ ക്വസ്റ്റ്യൻ 5. സകല ജാതികളും എങ്ങനെ നടക്കുന്നുവെന്നാണ് മീഖ പറയുന്നത്? ഓപ്ഷൻസ്: 1 ദേവന്മാരുടെ നാമത്തിൽ, 2 സ്വന്തം തിന്മകളിൽ, 3 സ്വന്തം ഇഷ്ടത്തിൽ, 4 അശേര പ്രതിഷ്ഠകളിൽ. ശരി ഉത്തരം ഓപ്ഷൻ 1 ദേവന്മാരുടെ നാമത്തിൽ. 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. സകല ജാതികളും താന്താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. റിവിഷൻ ക്വസ്റ്റ്യൻ 6. യഹോവ എന്നേക്കും ശേഖരിക്കുന്നത് ആരെയെല്ലാം? ഓപ്ഷൻസ്: 1 മുടന്തി നടക്കുന്നതിനെ, 2 ചിതറിപ്പോയതിനെ, 3 ക്ലേശിപ്പിച്ചതിനെ, 4 അകന്നുപോയതിനെ. ശരി ഉത്തരം ഓപ്ഷൻസ് 2, 3. 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെയും ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും. റിവിഷൻ ക്വസ്റ്റ്യൻ 7. നിന്റെ അകത്ത് രാജാവില്ലയോ എന്ന് സിയോൻ പുത്രിയോട് മീഖ ചോദിക്കുന്നതിന്റെ കാരണമെന്ത്? ഓപ്ഷൻസ്: 1 വലിയ ദുഃഖം, 2 വലിയ സങ്കടം, 3 വലിയ വേദന, 4 വലിയ മനോവ്യസനം. ശരി ഉത്തരം ഓപ്ഷൻ 3 വലിയ വേദന. 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഈറ്റുനോവു കിട്ടിയവളെ പോലെ നിനക്ക് വേദന പിടിപ്പാൻ എന്ത്? റിവിഷൻ ക്വസ്റ്റ്യൻ 8. ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെടുന്ന സിയോൻ പുത്രി എവിടേക്ക് പോകുമെന്നാണ് മീഖ പറയുന്നത്? ഓപ്ഷൻസ്: 1 ബാബേലിലേക്ക്, 2 ഈജിപ്തിലേക്ക്, 3 മരുഭൂമിയിലേക്ക്, 4 അശൂരിലേക്ക്. ശരി ഉത്തരം ഓപ്ഷൻ 1 ബാബേലിലേക്ക്. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി വരും. റിവിഷൻ ക്വസ്റ്റ്യൻ 9. ജാതികൾ എന്ത് അറിയുന്നില്ല, എന്ത് ഗ്രഹിക്കുന്നതുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ്: 1 യഹോവയുടെ ശക്തി, 2 യഹോവയുടെ ജ്ഞാനം, 3 യഹോവയുടെ വിചാരങ്ങൾ, 4 യഹോവയുടെ ആലോചന. ശരി ഉത്തരം ഓപ്ഷൻസ് 3, 4 യഹോവയുടെ വിചാരങ്ങൾ, യഹോവയുടെ ആലോചന. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല, അവന്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല. റിവിഷൻ ക്വസ്റ്റ്യൻ 10. ഈ അധ്യായത്തിലെ ഒടുവിലത്തെ ചോദ്യം. സിയോന് വിരോധമായി കൂടിയിരിക്കുന്ന അനേക ജാതികൾക്ക് എന്ത് സംഭവിക്കും? ഓപ്ഷൻസ്: 1 സിയോനെ കീഴടക്കും, 2 സിയോനാൽ പരാജയപ്പെടും, 3 സിയോനാൽ മെതിക്കപ്പെടും, 4 സിയോനെ മെതിക്കും. ശരി ഉത്തരം ഓപ്ഷൻ 3 സിയോനാൽ മെതിക്കപ്പെടും. 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക, നീ അനേക ജാതികളെ തകർത്ത് കളയും. ഈ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.